ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 10 ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അക്കാസേനെയും ഗിയോനെയാണ്. ഇരുവരും ഫേസ് ടു ഫേസ് വന്ന് നിൽക്കുകയാണ്. ഗിയോ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു സ്ട്രോങ്ങസ്റ്റ് ഓപ്പോണൻറ്റിനെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാനൊരു സ്ട്രോങ്ങസ്റ്റ് ഓപ്പോണൻറ്റിനെ കാണുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ ഇത്രയും കാലമായി കിടന്ന പവേഴ്സൊക്കെ പുറത്തു വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്കെന്തോ സംഭവിക്കുന്നത് പോലെ, എൻ്റെ ഹെൽത്ത് ആകെ മാറി മറിയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പം തന്നെ ടാഞ്ചറോ ഗിയോച്ചാ എന്ന് വിളിക്കുകയാണ്. കാരണം നമ്മുടെ ഗിയോന് ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഡീമൺ സ്ലെയർ മാർക്ക് കാണാൻ നല്ല രസമുണ്ടില്ലേ. വാട്ടർ ബ്രീത്തിങ്ങിൻ്റെ ഒരു പ്രത്യേക ഫോമായിട്ടാണ് ഡീമൺ സ്ലെയർ മാർക്കുള്ളത്. അങ്ങനെ ഗിയോ ദേഷ്യം പിടിച്ച് ഈ ഡീമൺ സ്ലെയർ മാർക്കുമായിട്ട് ബാളും വീശി അക്കാസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉടനെ തന്നെ വാട്ടർ ബ്രീത്തിങ് എടുത്ത് അക്കാസിൻ്റെ കഴുത്തിന് നേരെ വെട്ടാൻ പോവുകയാണ്. അപ്പോൾ തന്നെ അക്കാസ് ലെക്കിന് തന്നെ ആഴ്ന്ന് ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് ഗിയുവിൻ്റെ മുഖത്തിനെ പഞ്ച് ചെയ്യാൻ പോകണം. പക്ഷേ ഗിയു അതൊന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പെട്ടെന്ന് തന്നെ ഗിയു വീണ്ടും വാട്ടർ ബ്രീത്തിങ് എടുക്കുകയാണ്. വാട്ടർ ബ്രീത്തിങ് എടുത്ത് ഡീമൺ സ്ലെയർ മാർക്കോട് കൂടി വീണ്ടും അക്കാസിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അക്കാസ് എങ്ങനെയൊക്കെ കഴുത്ത് വെട്ടാതെ എങ്ങനെയൊക്കെ അവിടുന്ന് ജമ്പ് ചെയ്ത് പോവുകയാണ്. ഇവൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു മാർക്ക് വന്നിട്ടുണ്ടല്ലോ, ഇവൻ നല്ല ഫാസ്റ്റായിട്ട് മാറിയിട്ടുണ്ടെന്ന് അക്കാസ് തന്നെ ചിന്തിക്കുകയാണ്. കാരണം അക്കാസയ്ക്ക് തന്നെ ഗിയുവിൻ്റെ സ്പീഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഗിയു ചാടി വന്ന് അക്കാസിൻ്റെ കൈ തന്നെ മുറിക്കുകയാണ്. അതായത് അത്രയും സ്പീഡിലാണ് ഗിയുവിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നത്. വാട്ടർ ബ്രീത്തിങ്ങിൻ്റെ 4th ഫോമാണ് ഗിയു അവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് അപ്പർ റാങ്ക് 3 ആയിട്ടുള്ള അക്കാസയ്ക്ക് പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഡീമൺ സ്ലെയർ മാർക്ക് അൺലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗിയുവിൻ്റെ ബോഡിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ ഈ സ്പീഡും അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ ബ്രീത്തിങ്ങിൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ കൂടിക്കൂടി വരികയാണ്. അതാണ് അക്കാസിൻ്റെ കൈ വരെ മുറിക്കാൻ കാരണമായത്. അപ്പോഴാണ് ഒരു കളി മാറുന്നത്. ഇതിനിടയ്ക്ക് ഗിയുവിന് ഒരു അടി കിട്ടുന്നുണ്ട് അക്കാസിൻ്റെ കൈ കൊണ്ട് തന്നെ. അതപ്പോൾ ടാഞ്ചറോ ചിന്തിക്കുന്നുണ്ട്, ഈ അപ്പർ മൗണ്ട്സ് എത്ര പവർഫുള്ളാണ്. അതായത് നമ്മുടെ ഗിയു ഇപ്പോൾ എത്രത്തോളം സ്പീഡാണോ അതേപോലെ തന്നെ സ്പീഡാവാൻ നമ്മുടെ അക്കാസയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഹ്യൂമൻസും ഡീമൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീമൻസ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ എന്തായാലും ഡീമൻസിനെ തോൽപ്പിച്ചേ പറ്റൂ. മൂസാനെ നമ്മൾ ഉറപ്പായും തോൽപ്പിക്കണം. നമുക്ക് എന്തായാലും ഈ ഡീമൻസിനെ തോൽപ്പിച്ചേ പറ്റൂ. ഞങ്ങൾ എന്തായാലും ഈ ഡീമൻസിനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ ടാഞ്ചറോ നമ്മുടെ ഇനോസിക്കേൻ്റെ കാര്യമൊക്കെ ഓർക്കുന്നുണ്ട്. ഇനോസിക്കേൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ. ഈ ബാറ്റിൽ സ്പീഡ് അവർക്ക് സെൻസ് ആവുന്നത് ഒരു സ്റ്റിങ്ങിങ് സെൻസേഷൻ വഴിയാണ്. അതാണ് നമ്മുടെ ഇനോസിക്കെ ടാഞ്ചറോയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നീ ഇങ്ങനെയാണെന്നല്ലേ നമ്മുടെ ഗ്യൂട്ടോറനൊക്കെ തോൽപ്പിച്ചത്, അവൻ്റെ മൂവ്മെൻ്റ് ഒക്കെ മനസ്സിലാക്കിയത്. എൻ്റെ ബോഡി ഒരു സാധാ ഹ്യൂമൻ ബോഡിയല്ല. എനിക്ക് എവിടുന്ന് ആരെ എന്നെ നോക്കുന്നുണ്ടോ അതൊക്കെ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇനോസിക്ക തിരിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ടാഞ്ചറോ പുറകുന്ന് നോക്കുന്നുണ്ട്. അന്നപ്പോൾ ഇനോസിക്ക പറയുന്നുണ്ട്, നീ എൻ്റെ ഷോൾഡറിലല്ല ചെറുക്ക ഇപ്പം നോക്കി നിന്നത്. അതുപോലെ തന്നെ ഇനോസിക്ക വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ ഒരാളെ എന്നെ കൊല്ലാനായിട്ട് നോക്കുന്നതെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ അല്ലാണ്ട് നോക്കുന്നതാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാനേ പറ്റില്ല. നമ്മളൊരു ടീമിനെ കൊല്ലാനല്ലാതെ അതിനത് ഡിഫീറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. പക്ഷേ ഇനോസിക്കെ, എനിക്കൊരു ടീമിനെ കൊല്ലാതല്ലാതെ ഡിഫീറ്റ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഈ ഒരു സാധനം ഈ ഫൈറ്റിൽ ഒരു കീ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. പോരാതെ തന്നെ നമ്മുടെ അക്കാസ അവരെ കൊല്ലാനല്ല അവരെ ഡിഫീറ്റ് ചെയ്യാനാണ് നോക്കുന്നതെന്ന് അവർക്ക് ചെറുതായിട്ട് മനസ്സിലാകുന്നുണ്ട്. പോലെ തന്നെ മുകളിലൊരു കോമ്പസ് ഉണ്ട്. ആ കോമ്പസ് എന്തിനായിരിക്കും അവൻ അവിടെ ഇട്ടത്? അപ്പോൾ തന്നെ നല്ല ഫൈറ്റ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. അപ്പോൾ ടാഞ്ചറോ നേരെ ചാടി വന്നിട്ട് അക്കാസിനെ കഴുത്ത് വെട്ടാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ഫൈറ്റിനിടയ്ക്ക് തന്നെ അക്കാസ നേരെ വന്നിട്ട് ആ വാള് തന്നെ തടഞ്ഞു വെക്കുകയാണ്. അതായത് ടാഞ്ചറോ വീശി ആ സോഡ് കൈകൊണ്ട് പിടിച്ചു വെക്കുകയാണ്. ഹേ ടാഞ്ചറോ, നീ വളരെ ഓപ്പൺ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അക്കാസ നേരെ വന്ന് ടാഞ്ചറോനെ പഞ്ച് ചെയ്യാൻ പോവാണ്. പക്ഷേ ആ പഞ്ചിൽ ടാഞ്ചറോയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റിന്ന് പറഞ്ഞാൽ ചെറിയ പരിക്കോടെ, അല്ലാണ്ട് നല്ലൊരു കിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടാഞ്ചറ പറന്നു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു കിക്ക് ടാഞ്ചർക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഏറ്റു. ആ ഒരു ടാഞ്ചറ അല്ലറ ചില്ലറ പരിക്കോട് കൂടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ ടാഞ്ചറ ചിന്തിക്കുന്നുണ്ട്, ഇനോസിക്ക പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അങ്ങനെ ടാഞ്ചറോ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഒട്ടും വിട്ടുകൊടുക്കാതെ നമ്മുടെ ഗിയുവും അക്കാസിയും നമ്മളെ കിടിലം ഫൈറ്റ്, നല്ല ഫാസ്റ്റസ്റ്റ് ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ആകുന്നുണ്ട്. അടുത്ത സീനിൽ കളിക്കുന്നത് ടാഞ്ചറോൻ്റെ അച്ഛനെയാണ്. ടാഞ്ചറോൻ്റെ അച്ഛൻ നമുക്ക് ടാഞ്ചറോയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ടാഞ്ചറോൻ്റെ അച്ഛൻ ശരിക്കും തന്നെ ഒരു ചെടിയാണ്. ആരോടും കയർക്കുന്നതോ ഇമോഷണൽ ആകുന്നതോ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ്റെ അച്ഛൻ്റെ പുഞ്ചിരി അതായിരുന്നു അവൻ്റെ മനസ്സിൽ എപ്പോഴും നിലനിന്നിരുന്നത്. അവൻ്റെ മനസ്സിലെ കൊച്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും അവൻ്റെ അച്ഛന് എപ്പോഴും തന്നെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, ഈ ഡാൻസ് ഓഫ് ഫയർ ഗോഡ് ഇല്ലേ, അത് ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? അതായത് ഈ കമാഡോ എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്ന സാധനമാണ് ഈ ഡാൻസ് ഓഫ് ഫയർ. ഇത് ചെയ്യാൻ നല്ല പാടാണ്. ഇതിൽ 12 ഫോം ഓഫ് ഡാൻസ് ഉണ്ട്. അത് റിപ്പീറ്റ് നിങ്ങൾ കളിക്കണം. അച്ഛനത് കളിക്കാൻ പാടാണെങ്കിൽ അടുത്ത വർഷം തൊട്ട് ഞാൻ കളിക്കാം. എനിക്ക് അച്ഛൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നല്ല പേടിയുണ്ട്. നീ ഇത് ചോദിച്ചതിന് നന്ദിയുണ്ട് ടാഞ്ചറോ. പക്ഷേ ഞാൻ ഇന്നേ വരെ ഇത് ഒരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ആർട്ടാണ്. പോരാ തന്നെ നമ്മുടെ ചെറിയ മൂവ്മെൻറ്റ് തന്നെ നമ്മുടെ മാക്സിമം സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾ ഇതിൽ നോക്കണം. നീ ഇതിൽ നന്നായി സെൻസ് ചെയ്യണം. നിന്റെ 5 സെൻസും ഇതിൽ യൂസ്ഫുൾ ആക്കണം. എന്നാൽ മാത്രമേ നിനക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ആവശ്യമുള്ള മൂവ്മെൻറ്റും ഉണ്ട്, ആവശ്യമില്ലാത്ത മൂവ്മെൻറ്റും ഉണ്ട്. നമ്മളിതിൽ ആവശ്യമുള്ള മൂവ്മെൻറ്റ് മാത്രമാക്കി ആവശ്യമില്ലാത്ത മൂവ്മെൻറ്റ് നമ്മളിതിൽ ക്യാൻസൽ ചെയ്യണം. എങ്ങനെയാണോ ഒരാൾ സംസാരിക്കുന്നത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത മൂവ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കി എടുക്കണം. നിനക്ക് എല്ലാത്തിനും സാധിക്കും ടാഞ്ചറോ.
അങ്ങനെ രാത്രി ഇരിക്കുകയാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അന്നപ്പോൾ ടാഞ്ചറോയുടെ അച്ഛൻ ടാഞ്ചറോനെ വിളിക്കാം. ടാഞ്ചറോ, നീ വാ, നമുക്കൊരു ഇടം വരെ പോകാം. അങ്ങനെ അച്ഛനും മോനും കൂടെ രാത്രി ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ തന്നെ ഒരു വലിയ കരടി ഇവരെ രണ്ടാളെയും മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ കരടിയല്ലേ കുറേ പേരെ കൊന്നു കളഞ്ഞത്. ടാഞ്ചറോയുടെ അച്ഛൻ പറയാണ്, നീ എന്നോട് ക്ഷമിക്കൂ, നിന്റെ വിശപ്പ് എനിക്കറിയാം. പക്ഷേ നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ നിന്നെ ഞാൻ തീർച്ചയായും കൊന്നുകളയും. അച്ഛൻ ഈ ചെറിയ കോടാലി വെച്ച് അതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ടാഞ്ചറോയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ എൻ്റെ ഫാമിലിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ സ്വഭാവം മാറ്റും. ഞാൻ ഉറപ്പായിട്ടും നിന്നെ കൊന്നുകളയും. നീ പറ്റുമെങ്കിൽ ഇവരൊന്ന് തൊട്ടു നോക്കുമെന്ന് പറയാണ്. എന്നിട്ട് ടാഞ്ചറോയുടെ അച്ഛൻ ദേഷ്യം പിടിച്ച് കരടിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോടാലി ഓങ്ങി വെട്ടുകയാണ്. അതായത് കഴുകയ്ക്കാണെങ്കിൽ 2 മീറ്ററോളം ഉയരമുണ്ട്. അത് ചിന്തിക്കണം. ഒരു ചെറിയ കോടാലിയാണ് അദ്ദേഹത്തിൻ്റെ കൈമേലുള്ളത്. അദ്ദേഹം ഒന്നും ചിന്തിക്കാതെ തൻ്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ കരടിയുടെ അടുത്തേ വരികയാണ്. എന്നിട്ട് ആ കരടീൻ്റെ ഒരൊറ്റ വെട്ടുകയാണ്. അപ്പോൾ തന്നെ ആ കരടി കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ടാഞ്ചറോ. ഇത് കണ്ടത് ടാഞ്ചറോ പറയാണ്, ഞാൻ ഒന്നും തന്നെ കണ്ടില്ല. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു. അദ്ദേഹം എന്ത് സ്പീഡിലാണ് ആ കരടിയുടെ തല തന്നെ വെട്ടിയത്. അദ്ദേഹം ഒരുപാട് പവർഫുള്ളാണ്. അദ്ദേഹം ആ ചെറിയ കോടാലി വെച്ചിട്ടാണ് ആ 2.5 മീറ്ററോളം ഉയരം വരുന്ന ആ കരടിയുടെ തല അറുത്തെടുത്തത്. അപ്പോൾ അതിനെ ടാഞ്ചറോൻ്റെ അച്ഛൻ പറയാണ്, നീ ഇത് കണ്ടില്ലേ ടാഞ്ചറോ? അപ്പോൾ ടാഞ്ചറോ പറയാണ്, ആ, ഞാനത് കണ്ടു. അച്ഛൻ ആ കരടിയെ കൊന്നുകളഞ്ഞു. അച്ഛൻ ഓക്കെ ആണോ എന്ന് പറയാണ്. എന്നിട്ട് ടാഞ്ചറോ ഓടി വന്ന് അവൻ്റെ അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. അത് ടാഞ്ചറോ ഒരുപാട് പേടിച്ചു പോയിരുന്നു. ചെറിയ കുട്ടിയല്ലേ. അങ്ങനെ ടാഞ്ചറോൻ്റെ അച്ഛനും ആ മരിച്ചു കിടക്കുന്ന കരടിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട്. അങ്ങനെ ടാഞ്ചറോ ഇത്ര വരെ ആലോചിച്ചത് ഫ്ലാഷ് ബാക്കാണ്. ഉടനെ തന്നെ കഥ മാറുകയാണ്. നേരെ തന്നെ ഗിയും അക്കാസിയും നമ്മളെ ഫൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ ടാഞ്ചറോ ആലോചിക്കുകയാണ്, എൻ്റെ അച്ഛനും എൻ്റെ മുത്തച്ഛനൊക്കെ എത്ര പവർഫുൾ ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അക്കാസിൻ്റെ ഒരു പഞ്ച് വരികയാണ്. പക്ഷേ ടാഞ്ചറോ നൈസായിട്ട് തന്നെ നടന്ന് മാറുകയാണ്. പഞ്ചെങ്ങനെ കൊണ്ടിരുന്നെങ്കിൽ ടാഞ്ചറോ ഉറപ്പായിട്ട് മരിച്ചു പോയാന്. ടാഞ്ചറോ പറയാണ്, ഹാർഡായിട്ട് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാകൂ. ഞാൻ ആ വേൾഡിലെത്തി. ഞാൻ കണ്ടു അവൻ്റെ എല്ലാ മൂവ്മെൻറ്റും, എല്ലാ പവേഴ്സും എല്ലാം എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒക്കെ ഞാൻ വിചാരിക്കുന്ന പോലെയാണ് വരുന്നത്. അക്കാസിനെ വണ്ടടിച്ചു പോവാണ്. ചെറുക്കൻ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് ടാഞ്ചറോ അക്കാസിൻ്റെ രൂപം തന്നെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണുകയാണ്. അക്കാസിൻ്റെ എല്ലാ ശരീരഭാഗങ്ങളും. അങ്ങനെ ടാഞ്ചറോ വിചാരിക്കുകയാണ്, ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല, ഞാൻ ഉറപ്പായിട്ട് ഇവൻ്റെ തലയിറക്കും എന്ന് പറഞ്ഞ് ടാഞ്ചറോ അക്കാസെ വീണ്ടും ഫൈറ്റിന് പോവുകയാണ്. ജ്യൂസൻ മാത്രമല്ല, ഞാനൊരു ഡീമനോട് ഫൈറ്റ് ചെയ്യും. ഞാൻ ഈ ഡീമനെ ഉറപ്പായിട്ടും തോൽപ്പിക്കും. ഞാൻ അവനെ കൊന്നുകളയും. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ എൻ്റെ ഇരിക്കുകയാണ്. ഇനി എങ്ങനെയായിരിക്കും ടാഞ്ചറോ അക്കാസിനോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? അക്കാസിനെ ടാഞ്ചറോനെ കൊല്ലുമോ അല്ലെങ്കിൽ ടാഞ്ചറോ അക്കാസിനെ കൊല്ലുമോ? നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ.